ചേരുന്നുണ്ട്. പൊതുമേഖലയിലുള്ള കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത് സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം തുടരുന്നു. കമ്പനി പ്രതിനിധികളെയോ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. MS അനീഷ് കുമാർ തുടരുന്നു. അനീഷ, ഈ വിഷയം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതേ സമയത്തും വലിയ പ്രതിഷേധവുമായി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ നീക്കമല്ലേ? തീർച്ചയായും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും സംയുക്തമായി ആരംഭിച്ച സംരംഭമാണിത്. ഒരു കാലത്ത് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും മൂലധനമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും പണം കടമെടുത്തത്. പക്ഷേ അതിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും വായ്പ തിരിച്ചടയ്ക്കാൻ തന്നെ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ബാങ്ക് അതിന്റെ ജപ്തി നടപടികളിലേക്ക് കടക്കുകയും ഈ സ്വത്തുവകകൾ, ഈ സ്റ്റീൽ കോംപ്ലക്സ് അടക്കമുള്ള സ്വത്തുവകകൾ ലേലത്തിൽ വെക്കുകയുമായിരുന്നു. ഇതാണ് ചണ്ഡീഗഡ് ആസ്ഥാനമായ ഒരു കമ്പനി ലേലത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ കമ്പനി ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്നും കൊച്ചി ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുമാണ് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് വിട്ടു നൽകാനുള്ള ഉത്തരവുണ്ടായത്. പക്ഷേ ഇതിനെതിരെ സർക്കാർ കമ്പനി ലോ ട്രൈബ്യൂണലിൽ തന്നെ അപ്പീൽ സമർപ്പിച്ച് അതിൽ ഈ ഭൂമി ഏറ്റെടുക്കരുത്, മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം ഈ കമ്പനിയുടെ ഉടമകൾ കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സിൽ എത്തുകയും അതിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം കണക്കാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് വലിയ തൊഴിലാളി പ്രതിഷേധമാണ് ഉയർന്നത്. ഇത്തരത്തിൽ കമ്പനി പ്രതിനിധികളെ ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവർ എടുക്കുകയും ചെയ്തു. പിന്നീട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് മൂല്യനിർണ്ണയം നടത്തുന്നതിനും കമ്പനി പ്രതിനിധിക്കും റിസീവർക്കും സ്ഥാപനത്തിനുള്ളിൽ കടക്കുന്നതിനുമുള്ള അനുമതി നേടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ ഈ കമ്പനി പ്രതിനിധികൾ സ്ഥാപനത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ തൊഴിലാളികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഈ സ്ഥാപന ഉടമകളെ തടയാൻ അവകാശമില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ തൊഴിലാളികൾ പൂർണ്ണമായും മാറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇന്നലെ ഈ തടയാനായി രംഗത്തെത്തിയത്. പക്ഷേ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി പ്രതിനിധിയോ റിസീവറോ ഇന്നലെ സ്ഥലത്ത് എത്തിയിരുന്നില്ല. ഒപ്പം ഈ കോടതി നൽകിയ ഇഞ്ചക്ഷൻ ഉത്തരവിനെതിരായി തൊഴിലാളി സംഘടനകൾ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ഹർജിയിൽ തീരുമാനമാവും മുറയ്ക്കായിരിക്കും ഈ കമ്പനി പ്രതിനിധികൾ വീണ്ടും സ്ഥാപനത്തിലേക്ക് എത്താൻ പോവുക. ഇന്നലെ പോലീസുമായി ഉണ്ടാക്കിയ ധാരണയും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായാൽ വലിയ പ്രതിഷേധമാവും ഉണ്ടാവുക. ഒരുപക്ഷെ ഹൈക്കോടതി വിധി അനുകൂലമായാൽ പോലും എന്തു തരത്തിലെ പ്രതികരണമാണ് ഈ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും 300 കോടിയിലധികം വരുന്ന ആസ്തികൾ കേവലം 50 കോടിയിൽ താഴെ രൂപയ്ക്ക് മാത്രം വിറ്റുതെളിച്ചു എന്ന ആരോപണമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അതാണ് നിലവിൽ